തിരുവനന്തപുരത്തു നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെയുള്ള ബോണക്കാടിൽ നിന്നാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ ആദ്യദിന യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബോണക്കാട് ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയേക്കുവാണ്. ബോണക്കാട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട് ബോണക്കാട് ചെക്ക് പോസ്റ്റ് തൊട്ട്. സുരേഷ് കുമാർ സാറൊക്കെ നമ്മുടെ പുറകെ വരുന്നുണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നൊരു പഴയ ബിൽഡിംഗ് ഉണ്ട്. മഹാവീർ പ്ലാന്റേഷൻ ലിമിറ്റഡിന് കീഴിലുണ്ടായിരുന്ന ബോണക്കാട് എസ്റ്റേറ്റ് ടീ ഫാക്ടറിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്രവർത്തനമൊക്കെ നിലച്ചു പോയതും ഇപ്പോൾ തകർന്നടിഞ്ഞ കുറേ കെട്ടിടങ്ങളും നശിച്ചുപോയ ഉപകരണങ്ങളും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാറിനോ ബൈക്കിനോ വരുന്ന ആൾക്കാർക്ക് ബോണക്കാട് ചെക്ക് പോസ്റ്റ് വരെ വണ്ടിയൊക്കെ ചെല്ലുന്നു. അവിടെ ചെക്ക് പോസ്റ്റ് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമൊക്കെ ഉണ്ട്. അതിനുശേഷം അവിടെ നിന്ന് അവർക്ക് യാത്ര തുടരാവുന്നതാണ്. നടന്ന് അഗസ്ത്യമല ഔഷധ സസ്യസംരക്ഷണ മേഖല എത്തി. അഗസ്ത്യമായി ഞാൻ തോന്നുന്നുണ്ടോ ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്നാണ് ബാക്കി പരിപാടികളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഫുഡെല്ലാം ഇവിടെ നിന്ന് കഴിച്ചിട്ട് കയറി പോകണം. ബോണക്കാട് ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള ക്യാൻറ്റീനിൽ നിന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും ഒക്കെ കിട്ടുന്നതാണ്. അതൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ കാണിക്കുന്ന ഈ വീഡിയോയിൽ അഗസ്ത്യാർകൂടം ഓഫ് സീസൺ ട്രക്കിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് അതിരുമല ക്യാൻറ്റീനിലെ റേറ്റെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ യാത്രാ പാസിൻ്റെ പരിശോധനയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ പരിശോധന എല്ലാം കഴിഞ്ഞ ശേഷം നമ്മളെല്ലാം താഴോട്ട് വന്നു. ഇനി ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ഏകദേശം 10-15 പേരടങ്ങുന്ന ചെറു ടീമുകളായിട്ടാണ് യാത്ര തുടങ്ങുന്നത്. ഓരോ ടീമിനും ഒരു ഗൈഡുണ്ട്. ആ ഗൈഡിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മളിവിടെ നിന്ന് യാത്ര ചെയ്യുന്നത്. പിന്നെ ഈ യാത്രയിൽ നമ്മൾ ഗൈഡ് പറഞ്ഞു തന്ന കാര്യം എന്താ വെച്ചാൽ ഈ പോകുന്ന വഴിയെല്ലാം ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ നിന്നെല്ലാം നമുക്ക് വെള്ളം കളക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ യാത്രയിൽ ഏറെ ഉപകരിച്ച സംഭവമുണ്ട്. ഒരു ഊന്നുവടിയില്ലേ, അത് നമുക്ക് ക്യാൻറ്റീന് സമീപത്ത് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഇത് വഴിയിൽ ഒത്തിരി ഉപകാരപ്പെടുന്നുള്ള കാര്യം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ കുറേ നേരം യാത്ര ചെയ്ത് കരമനാർ എത്തി. കരമനാർ വന്നു കഴിഞ്ഞാൽ അക്കരയോട്ട് കടന്നു പോകാനായിട്ട് കയറിലൊക്കെ കയറി പിടിച്ച് വേണം അക്കരയോട്ട് കടന്നു പോകാനായിട്ട്. നല്ല വെള്ളമുള്ള സമയത്താണെങ്കിൽ മുട്ടിന് മുകളിലും അരയ്ക്ക് മുകളിലൊക്കെ വെള്ളം കാണാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ വന്ന സമയത്ത് വെള്ളം ഇത്തിരി കുറവായിരുന്നുകൊണ്ട് നോർമലായിട്ട് ഞാൻ കടന്നു പോകുന്നു. നമ്മൾ പോകുന്ന വഴി പല സ്ഥലങ്ങളിലും ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. പല വെള്ളച്ചാട്ടങ്ങളും കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അതിലേറ്റവും സേഫായിട്ട് കുളിക്കാൻ ഒരു സ്ഥലം കണ്ടത് വാഴപ്പിണ്ടിയാറാണ് എനിക്ക് തോന്നിയത്. അവിടെ ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വരുന്നവരും പോകുന്നവരെല്ലാം അവിടെ കുളിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്നൊരു കുളി കഴിയുന്നത് കൂടി നല്ല ഫ്രഷായിട്ടാണ് പോകുന്നത്. ഞാൻ തിരിച്ചു വരുന്ന വഴി ഇവിടെ ഇറങ്ങി കുളിച്ചു. പോയപ്പോഴത്തേനും അവിടെ ഇരുന്ന് ജസ്റ്റ് കണ്ടിട്ടൊക്കെ അങ്ങ് പോയേ ഉള്ളൂ. നമ്മുടെ യാത്രക്കിടയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടമായിരുന്നു ഈ കാണുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു എന്താ പറയുക, ആ ഒരു സൂര്യൻ്റെ പ്രകാശമെല്ലാം കൊണ്ട് നല്ലൊരു കാഴ്ചയായിരുന്നു. ഇവിടെ വരുന്നവരെല്ലാം ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സുരേഷ് സാറൊക്കെ അവിടെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ കുറേ നേരം ഞാൻ വീഡിയോ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ യാത്ര തുടർന്നു. പിന്നെ അട്ടയാറെത്തി. അട്ടയാർ ശല്യമുള്ളതുകൊണ്ടാണ് അട്ടയാർ എന്നാണ് പറയുന്നത്. അട്ടയാർ നമുക്ക് കുളിക്കാനൊന്നും ഒരു വിധത്തിലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അവിടെ കുളിക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അട്ടയാർ ഈ കരമനാർ പോലെ തന്നെ കയറെ പിടിച്ചാണ് അക്കരയോട്ട് കിടക്കുന്നത്. പിന്നെ വിശന്നുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് രാവിലെ ബോണക്കാട് നിന്ന് വന്ന ഭക്ഷണമൊക്കെ അവിടെ കഴിഞ്ഞു. അഗസ്ത്യാർകൂടം ട്രക്കിങ് വരുമ്പോൾ ഉള്ള ചോറ് എന്തുണ്ട് ഇതന്നെ തോരന. ആൾക്കാർ ഇവിടുന്ന് കഴിക്കുന്നുണ്ട് ആൾക്കാർ. നല്ല സ്ഥലമല്ലേ. ഇതന്നെ അച്ചാറ്, സാമ്പാർ. സാമ്പാർ തന്നിട്ട്. ബോണക്കാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബാത്റൂം ഫെസിലിറ്റിയൊക്കെ ലഭിക്കുന്നത് നമുക്ക് അട്ടയാർ ക്യാമ്പ് സൈഡിലാണ്.
അട്ടയാർ ക്യാമ്പ് ഷെഡ് കഴിയുമ്പോൾ തന്നെ പുൽമേടൊക്കെ ആരംഭിക്കും. ഉച്ച സമയം ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു ആ യാത്രയിൽ. ഞാൻ പലതവണ ഡീഹൈഡ്രേഷൻ ബോട്ട് കലക്കി കുടിക്കുകയോ പിന്നെ കയ്യിലിരിക്കുന്ന വെള്ളം തീരുകയൊക്കെ ചെയ്തു. പുൽമേട് വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ്. അവിടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കുള്ള യാത്രയിൽ നമ്മൾ നല്ലധികം ക്ഷീണം വരാൻ ചാൻസ് ഉണ്ട്. അവർ കഴിവതും വെള്ളമെല്ലാം വാങ്ങി കൈ പിടിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ യാത്രയിൽ ആ വെയിൽ നമ്മൾ വളരെയധികം ടയർഡാക്കി. ഇതിട്ട് കടിഞ്ഞോ തൊപ്പി മറന്നു പോയോ? അതാ ഇനി അങ്ങോട്ട് ഇത് കുത്തനെയാൻ തോന്നുന്നു. അഞ്ചാമത്തെ ബേസ് ക്യാമ്പ് അട്ടാർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ സ്റ്റീപ്പായിട്ടുള്ള യാത്രയായിരിക്കും. പുൽമേട് കഴിഞ്ഞുള്ള യാത്രയിലാണ് നമുക്ക് നമ്മുടെ തോളെ കറന്ന് ബാഗിൻ്റെ ഭാരമൊക്കെ ശരിക്കും മനസ്സിലാവുന്നത്. ഈ ഒരു വനം കയറുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ആരോഗ്യത്തിൻ്റെ പകുതി മുക്കാലും തന്നെ തീർന്നിരിക്കും. ആ ഒരു രീതിയിലാണ് കയറിപ്പോകുന്നത്. വളരെ സ്റ്റീപ്പായിട്ടുള്ള വനമാണ്. പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് വിശ്രമിക്കേണ്ടി വന്നു. എല്ലാവരും ഉണ്ട്. കാടിഞ്ഞ നടക്കൊന്നിരിക്കുക. വീഡിയോ കണ്ടാലൊന്നും മനസ്സിലാകത്തില്ല ഇതിൻ്റെ ഭീകരത എന്താണെന്ന്. നമ്മളിപ്പോൾ എത്ര മണിക്കാണ് വന്നിരിക്കുന്നത്? 10 മണിക്ക് ഇറങ്ങിയല്ലേ? 5 മണിയായല്ലേ? 5 മണി ആവാറായില്ലേ? ഏകദേശം 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അതിരുമല ബേസ് ക്യാമ്പിലേക്ക് എത്തിയായിരുന്നു. ഈ കാണുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് അഗസ്ത്യാർകൂടവും വലത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിരുമല ബേസ് ക്യാമ്പുമാണ്. അതിരുമല ബേസ് ക്യാമ്പ് അതിരുമല ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുകയാണ്. അയ്യോ കടന്നൊക്കെ അതിരുമല ബേസ് ക്യാമ്പിലേക്ക് എത്തുകയാണ്. എൻ്റെ അമ്മോ, ഇവിടെ കാലൊക്കെ മടക്കാൻ പറ്റുന്നില്ല. അതിരുമല ബേസ് ക്യാമ്പിലേക്ക് ചെന്ന് കയറുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. അഗസ്ത്യാർകൂടം എന്ന പർവ്വതനിര. നമ്മുടെ ബേസ് ക്യാമ്പിൽ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ അഗസ്ത്യാർകൂടം പർവ്വതനിര നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ ചെന്ന് ടിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു. നമുക്ക് കിടക്കാനുള്ള സ്ഥലമെല്ലാം കണ്ടെത്തി. ഡോർമെറ്ററിയിൽ ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് സ്ഥലമൊക്കെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ അടുത്തൊരു അരുവിയുണ്ട്, അവിടെ കുളിക്കാൻ പോയി. നിങ്ങളേ മുങ്ങിട്ട് വാ, എന്തായാലും എടുക്കല്ലേ. ഒന്നേ ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും താഴത്ത് ആ കാഴ്ചയെല്ലാം ആസ്വദിച്ചുകൊണ്ട് തോട്ടൊക്കെ പറിച്ച് കളിക്കുകയായിരുന്നു. പിന്നീട് ക്യാൻറ്റീനിൽ പോയി കാപ്പിയെല്ലാം കുടിച്ചു. കുറച്ച് നേരമൊക്കെ അവിടെ സ്ഥലമെല്ലാം കണ്ട് വിശ്രമിച്ചു. രാത്രി 7:30 കൂടി ക്യാൻറ്റീനിൽ നിന്ന് നമുക്ക് കഞ്ഞി ലഭിക്കും. പിറ്റേന്ന് വേണ്ട ബ്രേക്ക്ഫാസ്റ്റുള്ള ടോക്കൺ അന്ന് രാത്രി തന്നെ നമ്മൾ എടുത്തു വെക്കണം. ബോണക്കാട് ഉടൽത്തളപ്പ് ക്യാൻറ്റീനിലോട്ടുള്ള വഴി.
രാവിലത്തെ യാത്ര തുടങ്ങി. അങ്ങനെ അഗസ്ത്യാർകൂടം യാത്ര 2ാം ദിനമാണ്. ഇതിപ്പോൾ ഞാൻ കയറി വരുന്നുണ്ടപ്പോഴത്തേനും ആ ചേട്ടനൊക്കെ അവിടെ നിന്ന് മാറി നിൽക്കും. ആ ചേട്ടൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നത് അവരൊക്കെ. ആ ചേട്ടനൊക്കെ ഇതിന് മുമ്പ് തന്നെ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ അതെ കൈയെല്ലാം കുത്തി കാലം കുത്തിയൊക്കെ വേണം കയറാൻ വേണ്ടി. അങ്ങനെ കയറി നമ്മൾ പോവുകയാണ്. ഇനി ഇവിടുന്ന് ഒരു കുറേ കൂടി ദൂരമുണ്ട്. ഇതിപ്പോൾ യാത്ര ആരംഭം മാത്രമായിട്ടുള്ളൂ. ഈ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കുറേ നീർച്ചാലുകൾ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം പൊങ്കാലപ്പാറ എത്തുന്നതോടുകൂടി വെള്ളത്തിൻ്റെ ലഭ്യത നമുക്ക് ഏകദേശം കുറയും. രാവിലെ ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പല വഴിയാവും. അതുപോലെ ഇവിടുന്ന് ഒരു 6 കിലോമീറ്ററോളം ഉണ്ട്. വൻ മരങ്ങളൊക്കെ കടവഴി കിടപ്പുണ്ട്. ഞാനിവിടുന്ന് കയറി ചെല്ലുമ്പോഴത്തേനും കുറേ പേരെല്ലാം അവിടെ ഒരു പാറയുടെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്, ചില ഇറങ്ങി വരുന്നുണ്ട്. അത് അച്ചു തിരുവനന്തപുരത്തോളം. അച്ചുവിനൊക്കെ ഞാൻ വന്നതിന് ശേഷം പരിചയപ്പെട്ടാണ്. ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് അഗസ്ത്യാർകൂടത്തേക്കുള്ള നമ്മൾ അതിരുമല ബേസ് ക്യാമ്പില്ലേ, അതിരുമല ബേസ് ക്യാമ്പ് നമുക്കിവിടുന്ന് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഫോണിൽ അത്ര ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ പിടിച്ചേക്കുന്നതൊക്കെ വെർട്ടിക്കലാണ് പിടിച്ചിരിക്കുന്നത്. ഞാനത് എൻ്റെ കൊച്ചിനെ കാണിക്കാൻ വേണ്ടി പിടിച്ച വീഡിയോ ആണ്. ഒരു യൂട്യൂബിൽ ഇടണമെന്നുള്ള പ്ലാനൊന്നും എനിക്കില്ലായിരുന്നു. പെട്ടെന്നൊരു ആഗ്രഹം തോന്നി യൂട്യൂബിലിട്ടാണ്. അതാണ് ഈ വീഡിയോ എപ്പോഴും ഈ രീതി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ പൊങ്കാലപ്പാറ എത്തി. പൊങ്കാലപ്പാറ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ആ ഒരു കാഴ്ചയൊക്കെ അത്രത്തോളം മനോഹരമായിരുന്നു. ഞാൻ ആ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഇതുപോലെ ഒരു കാഴ്ചയൊക്കെ ഉണ്ടോന്നേ. അതോടുകൂടി സത്യം പറഞ്ഞാൽ നമ്മൾ ആ നടന്ന് കയറിയതിൻ്റെ ഒരു ഫലം ആ ഒരു പൊങ്കാലപ്പാറ വരുമ്പോൾ തന്നെ ആ രീതി എല്ലാം ഇതിലങ്ങ് മാറി. ഇത് ഭംഗിയായിരുന്നു പൊങ്കാലപ്പാറ കാണാൻ. നമ്മൾ ഈ 2ാം ദിവസം യാത്രയിൽ ഇവിടം വരെയുള്ളൂ നമുക്ക് വെള്ളത്തിൽ ലഭ്യതയുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടാനൊക്കെ നല്ല പാടാണ്. വെള്ളമില്ല. പിന്നെ ചെറിയൊരു സ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ളം കല്ലിൻ്റെ ഇടയോടെ കൊഴുകുന്നത് നമുക്ക് കാണാം. അതൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ നല്ല പാടാണ്. നമുക്കൊരു നല്ല രീതിയിൽ വെള്ളം കളക്ട് ചെയ്യണം. ഇവിടെ നിന്ന് കളക്ട് ചെയ്യണം. ഇവിടെ നിന്ന് ഞാനെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് യാത്ര തുടങ്ങുന്നത്. അച്ഛൻ മുകളിൽ നിന്ന് കൈയെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് സൂരജ്, പിന്നെ ആദിത്യൻ. ഇവരൊക്കെ നമ്മൾ അവിടെ ചെന്ന് പരിചയപ്പെട്ട നമ്മൾ കാഴ്ചകളൊക്കെ ഉണ്ട്. പെട്ടെന്നുള്ള കോടമഞ്ഞ് കയറുക, പെട്ടെന്ന് കാറ്റടിക്കുക. എനിക്കിത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഈ ഒരു കാഴ്ച. ഞാൻ തിരിച്ചു വരുന്ന എടുക്കുന്ന വീഡിയോയാണ്. ആ സമയത്തോടെ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു, മഞ്ഞെല്ലാം മാറി നല്ല ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ. മുകളിലൊന്നും കണ്ടോ ഒരു പൊങ്കാലപ്പാറ കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന സ്ഥലം തൊട്ട് നല്ല സ്റ്റീപ്പായിട്ടുള്ള യാത്രയാണ്. പിന്നെ ഇവിടെ നിന്ന് നമുക്കൊരു നിരപ്പായിട്ടുള്ളൊരു സ്ഥലം പോലും കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അഗസ്ത്യാർകൂടം വരെ ഇതുപോലെ തന്നെ നല്ല കഠിനമായ കയറ്റമാണ്. മഴക്കാലത്തൊക്കെ നല്ല തെന്നി കിടക്കുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ കയറുമ്പോൾ തന്നെ ഉണ്ടോ ഒരു പല സ്ഥലങ്ങളിലും വെള്ളമയമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈർപ്പമുള്ളതുകൊണ്ടാണ് എല്ലാ മരങ്ങളും പായൽ പൊതിഞ്ഞു. ചോലവനമായതുകൊണ്ട് വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് മിക്ക സ്ഥലങ്ങളും തന്നെ ഈർപ്പം കൊണ്ട് മരങ്ങളെല്ലാം പായൽ പിടിച്ച് പൊതിഞ്ഞ് കിടക്കുകയാണ്. പിടിക്കണോ?
ഫുള്ള് മരവും കല്ലും എല്ലാം ഇതിന് അഗസ്ത്യാർകൂടം രണ്ടാം നില യാത്രയാണ് കുറച്ചുകൂടെ കടുപ്പമേറിയെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഏകദേശം ഉച്ചയോട് മുമ്പായിരുന്നു ടോപ്പ് ലെവലെത്തും. നമ്മൾ ഈ പോകുന്ന വഴിയിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് കയറ് കെട്ടിയത് കാണാൻ പറ്റും. ഇതുപോലെ 5 സ്ഥലങ്ങളിലായിട്ട് കയറ് കെട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കഠിനമെന്ന് എല്ലാവരും പറഞ്ഞത് ഏറ്റവും ടോപ്പ് ലെവലിൽ തൊട്ട് താഴെയായിട്ട് 2 റോപ്പ് കെട്ടിയിട്ടുണ്ട്. ആ റോപ്പ് ക്ലൈമ്പിംഗ് ആണ് എല്ലാവർക്കും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. എനിക്കൊരു പക്ഷേ ഇത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അടിപൊളി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ വരുന്നില്ല. ഇത് അടിപൊളി. സെറ്റ് അതുകൊണ്ട് പാറ ഇത് 2 അടന്നു പോയോ കേട്ടോ. ഓക്കെ, ഇത് 2 പോയോ. ഒറ്റ ഒരു പാറ 2 ആ ഡിസൈൻ കണ്ടോ. കുടുംബനം ഇനി ഇവിടുന്ന് കയറി അതെ, എല്ലാവരും സെയിം അവസ്ഥയൊക്കെ തന്നെ. അഗസ്ത്യാർകൂടത്തിൻ്റെ മരങ്ങളെല്ലാം തന്നെ ഈ ബോൺസായ മരങ്ങൾ പോലെയാണ് കാണപ്പെടുന്നത്. ഇത് ഞാൻ അവിടെ കണ്ട ഒരു മരമാണ്. അതിൻ്റെ പൂവും കായൊക്കെയാണ് ഏകദേശം ചെറിയൊരു വണ്ട് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് ആദ്യം ഫീൽ ചെയ്തത്. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നല്ലൊരു ക്ലൗഡ് ബെഡാണ്. നമുക്ക് അത്രത്തോളം മനോഹരമായ ഒരു ക്ലൗഡ് ബെഡ്. ആ ഒരു ക്ലൗഡ് ബെഡിൻ്റെ ഫീൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രത്തോളം മനോഹരമായ ഒരു ക്ലൗഡ് ബെഡാണ് പിന്നെ നമ്മൾ സാധിക്കുന്നത്. തിരിഞ്ഞു നോക്കണ്ട. അഗസ്ത്യാർകൂടത്തിൻ്റെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനിയിപ്പോൾ ആ വഴിയൊന്നുമില്ല. സെറ്റ് നമ്മൾ അഗസ്ത്യമനെ കണ്ടു കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ. നമ്മൾ ആ 2 ദിവസം യാത്ര ചെയ്ത് ആ ഒരു ടോപ്പ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അഗസ്ത്യമനെ തപസ് ചെയ്തതെന്ന് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ. ആ ഒരു പോസിറ്റീവ് എനർജി, വല്ലാത്തൊരു പോസിറ്റീവ് എനർജി, ആ ഒരു ഫീൽ നമുക്ക് അതൊരു അത്രയും യാത്ര ചെയ്ത് വന്ന് അവിടെ എത്തിക്കഴിയുമ്പോൾ ആ ഒരു കിട്ടുന്ന ഫീല് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല.